Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Vakavi. Let us begin with the prayer. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua sicut in cielo et in terra. Panem nostrum quotidianum, da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus, debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. എല്ലാവർക്കും പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാനാണ്. സിമ്പിളാണ്, പക്ഷെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ മലയാളികളായിട്ടുള്ള കത്തോലിക്കർക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസവും വിദേശത്തുള്ള കത്തോലിക്കർക്ക് ലഭിക്കുന്ന വിശ്വാസവും തമ്മിൽ ഈ ആകാശം ഭൂമിയും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ വ്യത്യാസമാണ്. ഇവൻ നമ്മളുടെ പെരുമാറ്റം പോലും ഒരു കമൻറ്റ് പോലും നമ്മൾ ഇടുന്നത് ഒട്ടും മാന്യതയില്ലാത്ത രീതിയിലാണ്. ഇവൻ നമ്മൾ വളരെ ജഡ്ജ്മെൻറ്റിലാണ്. എന്താണ് ഏതാണെന്ന കാര്യം പോലും അറിയാതെ വിധിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ അടുത്തൊരു കാത്തലിക് ന്യൂസ് ചാനൽ, മലയാളത്തിലെ ന്യൂസ് ചാനൽ, അവർ ഒരു പോസ്റ്റ് ഇട്ടു, നിങ്ങൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതിന് ഒരു കാത്തലിക് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ തന്നെ ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തതാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആളുകൾ പറയുന്നത് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഇതൊരു ഭാഗം. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു വചനം പ്രഘോഷിക്കുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്തോത്ര കാഴ്ച ഇടണം, ഒരു ധ്യാനകേന്ദ്രം പറയുകയാണ് സ്തോത്ര കാഴ്ച ഇടണം, അല്ലെങ്കിൽ ധ്യാനത്തിന് ഇത്ര രൂപ തരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആളുകളുടെ ചിന്ത ഈ കാശ് കൊണ്ട് അവർ നാളെ വല്ല ഓഡി കാറോ BMW വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. വിദേശത്ത് ഇവൻ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകൾ പോലും അവർ പലപ്പോഴും ചാനലിൽ പബ്ലിക്കായിട്ട് അവർ പറയാറുണ്ട്, ഈ ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ഇങ്ങനെ സംഭാവന തിരിക്കുക എന്നൊക്കെ അവർ പറയാറുണ്ട്. നമ്മളിവിടെ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർന്നു, ഇവൻ കാശിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ന്യൂസ് ചാനലുകളും ഇതേപോലെ ഒഫീഷ്യലി വചന പ്രഘോഷണം നടത്തുന്ന ബ്രദർമാർക്കൊക്കെ ജീവിക്കണ്ടേ? അവർക്കിങ്ങനെ അവർ വചന പ്രഘോഷിക്കുമ്പോൾ ആകാശത്ത് നിന്ന് അപ്പം വീഴത്തില്ല, അവർക്കും ജീവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവരിത് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്, ആകാശം ഭൂമി നമ്മൾ വ്യത്യാസം ഉണ്ട്. വിദേശത്തുള്ള ആളുകൾ അവരുടെ യൂട്യൂബ് ചാനലിലോ മറ്റിങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആളുകൾ ചോദിക്കുന്നത്, ഞാൻ അയച്ചു കഴിഞ്ഞു, ഞാൻ എത്രയാണ് അയക്കാനുള്ളത്, നിങ്ങളുടെ നമ്പർ തരും, ഇങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ. നമ്മുടെ ഇവിടെ ഞാൻ ഈ കമൻറ്റ് വായിക്കുമ്പോൾ ആളുകൾ വളരെ മോശമായ രീതിയിലാണ് ആ ധ്യാന കേന്ദ്രങ്ങളിൽ ആ ന്യൂസ് ചാനലിലൊക്കെ മോശമായിട്ട് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മലയാളിയുടെ പൊതുവെയുള്ളൊരു ക്യാരക്ടർ വളരെ ഡിഫറെൻ്റാണ്, ഭയങ്കര അരഗൻ്റാണ്, അതേപോലെ ഭയങ്കര ഡിഫറെൻ്റാണ്. ഒരു കാര്യം ചെയ്തിട്ട് താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് പോലും നമുക്ക് പറ്റത്തില്ല. വിദേശത്ത് നമ്മൾ കാണുമ്പോൾ ആളുകൾ പരസ്പരം കാണുമ്പോൾ അവർ ചിരിക്കും അവർ. ആ ചിരി ഒരു 2 സെക്കൻഡ് നേരത്തെ ഉണ്ടാവുള്ളൂ, പക്ഷേ പരിചയമില്ലാത്തവരോട് പോലും അവർ ചിരിക്കും. അതൊരു നല്ല മാനേഴ്സിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഓക്കെ, എന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാത്തലിസം അതൊരു വേ ഓഫ് ലൈഫായിട്ട് നമ്മളത് എടുക്കണം. ഞായറാഴ്ച വരുമ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റരുത്. ഇതിന് കുറച്ച് ധൈര്യം ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കാത്തലിസം എന്നുള്ളത് ഭീരുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് ധീരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ധീരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കത്തോലിക്ക വിശ്വാസം. കാരണം പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും, നല്ല വില. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വേ ഓഫ് ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇത് ഞാൻ എൻ്റെ ഒരു വ്യൂ ഓഫ് ആംഗിളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാത്തലിക് ലൈഫ് അത് നയിക്കണമെങ്കിൽ വില കൊടുക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, +2 കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുക്കണം, മെഡിക്കലോ മെഡിസിനോ എൻജിനീയറിങ്ങോ എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സാണ്, കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതി കിട്ടി, നമ്മൾ ആ കോഴ്സ് സെലക്ട് ചെയ്തു, ആ കോളേജിലോട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അറിയുന്നത് ഈ കോളേജിൻ്റെ പരിസരത്തൊന്നും ദേവാലയമില്ല, പള്ളിയില്ല, കാത്തലിക് ചർച്ചില്ല, കൂതാശകൾ ലഭിക്കില്ല.
ഇനി വളരെ ദൂരെയാണ്, അത് മാസത്തിലൊരിക്കലൊക്കെ അത്രയും ദൂരെ പോയിട്ട് കുർബാന സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ നിലപാട് എന്തായിരിക്കും? ഇവിടെയാണ് സ്വർഗം കൈയടിക്കുന്നത്, അവിടെയാണ് സ്വർഗം ഉറ്റു നോക്കുന്നത്. സ്വർഗനിവാസികളും പരമപരിശുദ്ധ ത്രിയേക ദൈവം പോലും ഉറ്റു നോക്കുന്ന മൊമെൻ്റാണ്. ഈ മൊമെൻറ്റിൽ ഇവൻ എന്ത് ചെയ്യും? സംഭവം ഇവൻ +2 വരെ ഭയങ്കര പ്രാർത്ഥനാക്കാരനായിരുന്നു, എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കും, കാറ്റഗിസം ലീഡറായിരുന്നു, KCYM-ൻ്റെ ഇത് മെമ്പർഷിപ്പുണ്ട്, ജീസസ് യൂത്തിൻ്റെ എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെ ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുമ്പോൾ ഇവനെന്ത് ചെയ്യുന്നു? പള്ളിക്കകത്ത് എല്ലാവരും പുണ്യാളന്മാരാണ്, പക്ഷേ ഇങ്ങനെ ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ദൈവം സാത്താനോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മകൻ ജോബിനെ കണ്ടോ? ദൈവം വളരെ അഭിമാനത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, എൻ്റെ മകൻ ജോബിനെ നീ കണ്ടോ എന്നുള്ളത്. കാരണം അവൻ വളരെ നീതിമാനായിരുന്നു, പാപമെല്ലാം ഉപേക്ഷിച്ച് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ദൈവം കോളർ നോക്കിയിട്ടാണ് പറയുന്നത്, എൻ്റെ മകൻ ജോബിനെ കണ്ടോ എന്നുള്ളത്. അപ്പോൾ ദൈവം ജോബിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടെസ്റ്റിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ. അപ്പോൾ 12ാം ക്ലാസ് വരെ നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. നാട്ടുകാരൊക്കെ പറയും ഇവനിപ്പം സെമിനാരി ചേരാൻ സാധ്യതയുണ്ട്, അത്രമാത്രം നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഈശോ നോക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക? അതേപോലെ തന്നെ ഇതിലും ടഫായിട്ടുള്ള കാര്യമാണ്, നമ്മൾ പഠനങ്ങൾ എല്ലാം കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം ഒരു ജോലി കിട്ടിയത് ഇതേപോലെ കുർബാനയില്ലാത്തൊരു സ്ഥലത്ത്. നമ്മൾ നേരത്തെ അറിഞ്ഞു, ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ അറിഞ്ഞു അവിടെ പരിസരത്തൊന്നും കുർബാനയില്ല. അപ്പോൾ എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എല്ലാ ദിവസവും പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞായറാഴ്ച അല്ലേ സഭ പറയുന്നുള്ളൂ, കടമുള്ള ദിവസം ഞായറാഴ്ച മാത്രം പോവാം. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അറിയേണ്ടത് ഞായറാഴ്ചയും ഉണ്ട് ഡ്യൂട്ടി, അപ്പോൾ ഞായറാഴ്ചയും പോകാൻ പറ്റത്തില്ല. അത് കുഴപ്പമില്ല, എല്ലാ ഞായറാഴ്ചയും കർത്താവിന് അറിയത്തില്ലേ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, കർത്താവിന് അറിയത്തില്ലേ ഞായറാഴ്ചയും ഇവന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മാസത്തിലൊന്നൊക്കെ പോവാം. അപ്പോൾ മാസത്തിലൊന്നും പോകാൻ പറ്റത്തില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അവൻ 8 മാസമായി കുർബാനയ്ക്ക് പോയിട്ടില്ല. 8 മാസമായിട്ട്. കാരണം കുർബാന ഇല്ലാത്തൊരു രാജ്യത്താണ് ഉള്ളത്. ഈ സമയത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്തായിരിക്കും? നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക? കർത്താവിനെയാണോ അത് ഇതാണോ? വിശുദ്ധ ജസ്റ്റീനെയും വിശുദ്ധ റുഫീനെയും ആദിമ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വിശുദ്ധരാണ്, സഹോദരിമാരാണ്. ജോലി കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു അവരുടെ ഉത്സവത്തിന്, അവരുടെ പാഗൻ ഗോഡ്സിന് ഈ മൺപാത്രങ്ങൾ വേണം. ആ മൺപാത്രം കൊടുത്ത് കാശ് വാങ്ങിക്കാമായിരുന്നു അവർക്ക്. അവർ പറഞ്ഞത് പറ്റത്തില്ല, ഞങ്ങൾ തരില്ല, ഇത് ഞങ്ങളുടെ കർത്താവിന് മാത്രമുള്ളതാണ്. അവർ നാട്ടുകാർ കൊന്നു. ആ സഹോദരിമാർ രക്തസാക്ഷികളായി. എത്ര സിമ്പിളായിട്ട് ജോലിയും എല്ലാം ഉപേക്ഷിച്ചത്, കോഴ്സെല്ലാം ഉപേക്ഷിച്ചത്, ജീവൻ തന്നെ വേണ്ടെന്ന് വെച്ചു. ഇതേപോലെയുള്ളൊരു സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ സോഫയിൽ ചാരിയിരുന്ന് ദിവ്യബലി കണ്ടു. എന്നാൽ ഇതേ സമയത്ത് വിദേശത്ത് കാർ പാർക്കിംഗ് ഏരിയയിൽ ടെൻറ്റ് കെട്ടിയിട്ട് ദിവ്യബലി അർപ്പിച്ച് നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച ആളുകളുണ്ട്. ഇതാണ് ഇവിടുത്തെയും അവിടുത്തെയും നമ്മൾ ഭയങ്കര ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം എല്ലാ കാര്യത്തിലും ഈ ഒരു വ്യത്യാസം പ്രകടമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 100-ലധികം ധ്യാനകേന്ദ്രങ്ങളുണ്ട്, അത്രയും ആത്മീയ സമ്പത്ത് ഇവിടെ ഉണ്ടെങ്കിലും ഇത് ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ജീവിക്കുന്നവരിൽ ഒന്നെങ്കിൽ വചനപ്രഘോഷകരായിരിക്കും. ഇപ്പം നമ്മുടെ പള്ളിയിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ പള്ളിയിൽ എല്ലാത്തിനും മുൻപിൽ ഒരു ചേട്ടനോ ഒരു ചേച്ചി എപ്പോഴും ഉണ്ടാവും. അവരേതെങ്കിലുമൊക്കെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെയോ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയൊക്കെ ലീഡറായിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് യൂത്ത്, അവർ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്ന, ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഇടവുകളിൽ കാണാൻ വളരെ കുറവാണ്. ആ രീതിയിൽ ഇങ്ങനെ ബ്രേവായിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറച്ച് യൂത്ത് വരണം. അങ്ങനെ ജോലി കിട്ടി, ഇത് കഴിഞ്ഞ് ഇനി വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവുമായുള്ള ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്. അവസാനം പ്രായം കടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കിട്ടും. അവസാനം നമ്മൾ കാണാം ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത്. ഒരു ട്രഡീഷണൽ കാത്തലിക് മെനിനെ കിട്ടാൻ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിലും ബുദ്ധിമുട്ടാണ് ഒരു ട്രഡീഷണൽ കാത്തലിക് വിമനെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോഴേ നല്ല ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയാലേ ആ സമയമാകുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ക്രിസ്തുവാകുന്ന ഈ പോയിന്റിലാണ്.
അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയാകുന്ന ഈ അച്ചുതണ്ടിലായിരിക്കണം നമ്മൾ കറങ്ങേണ്ടത്. ഇപ്പോൾ കാർലോ അക്യൂട്ടീസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ പയ്യൻ എന്തുകൊണ്ട് വിശുദ്ധനായി? അവൻ്റെ സെൻറ്റർ ഓഫ് പോയിൻ്റ് പരിശുദ്ധ കുർബാനയായിരുന്നു. അവൻ ജീവനേക്കാളധികം പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചു. ഇതുപോലെ നമ്മുടെ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ മൈൻഡിൽ വേണ്ട ഒരു കാര്യം ഇതാണ്: ഐ ആം എ കാത്തലിക്, ഞാനൊരു കാത്തലിക്കാണ്. നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്, നിത്യരക്ഷ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെതിരായിട്ടുള്ള എന്താണേലും എൻ്റെ കോളേജിൽ ഒരു പാഗൻ ഫെസ്റ്റിവൽ വരികയാണെങ്കിൽ, ഒരു പാഗൻ റിച്വൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലും ശരി ഞാനതിൽ പങ്കെടുക്കത്തില്ല എന്ന് പറയാൻ ആർജവം കാണിക്കണം. ഞായറാഴ്ച ദിവസം തല പോകേണ്ടി വന്നാൽ ഞാൻ പുസ്തകം തൊടത്തില്ല, ഞാൻ ജോലിക്ക് പോകത്തില്ല എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. ഈ ഒരു രീതിയിലുള്ള ഒരു കാത്തലിക് യൂത്താണ് വിദേശത്ത് വളർന്നു വരുന്നത്, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ. പക്ഷേ നമ്മുടെ ഇവിടെ നിർഭാഗ്യവശം ഇങ്ങനെ കാണുന്നില്ല. ഈ പ്രായമായി പെൻഷനായി കഴിഞ്ഞ് കുറച്ച് പ്രായമായി ധ്യാനത്തിന് ഒരു ദൈവാനുഭവം കിട്ടിയ കുറച്ച് അങ്കിൾമാരും ആൻറ്റിമാരുമാണ് നമ്മുടെ ഇടവകളിൽ കൂടുതലായിട്ട് ഇങ്ങനെ കാണുന്നത്. ബാക്കി യൂത്തൊന്നും ഇല്ല. ഒരു ജപമാല ചൊല്ലി പള്ളിയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നാണക്കേടുള്ള യൂത്താണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പം ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കണം. അപ്പം നമുക്ക് പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ശരിയാണ്. പക്ഷേ ഈശോ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. അപ്പം ദൈവം ഒരുവനെ മാനിക്കാൻ തുടങ്ങിയ ലെവല് വേറെ ആയിരിക്കും കാര്യങ്ങൾ. അപ്പം നമുക്ക് പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഇവിടെയൊക്കെ അടിച്ചു പൊളിച്ച് പാപത്തിൽ കഴിയുമ്പോൾ സാത്താൻ നമുക്കൊരു പ്രലോഭനം തരും, അതുപോലെ കണ്ട് അവനൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, നീ ഇവിടെ പ്രാർത്ഥനയും കൊണ്ടൊന്നും നടക്കണില്ല എന്നൊക്കെ. പക്ഷേ ഓർക്കുക, നിന്നെ ദൈവം വിളിച്ചിട്ടുള്ളത് നിത്യ ജീവന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഈശോ പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. സോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു 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 മലമുകളിലെ പ്രകാശമായിട്ട് ഭൂമിയുടെ ഉപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Ave Maria gracia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus. Santa Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Rey.